തിരുച്ചിറപ്പള്ളി സമയപുരത്തിനടുത്തുള്ള ഒരു ഗ്രാമത്തിലായിരുന്നു 30 വയസ്സുള്ള പ്രഭു എന്ന് പറയുന്ന ഒരാൾ താമസിച്ചിരുന്നത്. വിനോദിനി എന്നായിരുന്നു ആളുടെ വൈഫിന്റെ പേര്. 27 വയസ്സായിരുന്നു പ്രായം. അപ്പോൾ ഇവർ രണ്ടുപേരും 12 വർഷങ്ങൾക്ക് മുൻപ് പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. ഇവർക്ക് 2 കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്, ഒരു ആൺകുട്ടിയും അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയും. സമയപുരത്തുള്ള ഒരു തേങ്ങാക്കടയിലായിരുന്നു ഈ പ്രഭുവിന്റെ ജോലി. രാവിലെ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രാത്രി ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേനായിരിക്കും ആള് വീട്ടിലോട്ട് തിരിച്ചെത്തുക. അന്ന് കൃത്യമായി പറഞ്ഞാൽ നവംബർ 5, 2023. പ്രഭുവിന്റെ അനിയനായിട്ടുള്ള വിവേക് പ്രഭുവിനെ കോൾ ചെയ്യുകയാണ്. എന്നാൽ കോള് കണക്ട് ആകുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം ഈ ഒരു പയ്യൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് പ്രഭുവിന്റെ വീട്ടിലോട്ട് പോവുകയാണ്. അവിടെ എത്തിയപ്പോൾ വിനോദിനി അവിടെ ഉണ്ടായിരുന്നു, എന്നാൽ പ്രഭു അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചേട്ടൻ എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചോദിച്ചപ്പോൾ ആള് ജോലിക്ക് പോയി, ഇങ്ങോട്ട് വന്നിട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പയ്യൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നേരെ സമയപുരത്തുള്ള ചേട്ടൻ വർക്ക് ചെയ്യുന്ന ആ ഒരു തേങ്ങാക്കടയിലോട്ട് പോവുകയാണ്. വിവേക് തേങ്ങാക്കടയിലെത്തി അന്വേഷിച്ചപ്പോൾ അന്ന് ജോലിക്ക് പ്രഭു വന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ വിവേകിന് ആകപ്പാടെ പേടിയായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലില്ല ആള്, വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ആളില്ല, അതുപോലെ തന്നെ ആള് സാധാരണ പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും വിവേക് അന്വേഷിച്ചു, എന്നാൽ അവിടെ ഒന്നും ആളില്ല. അപ്പോൾ പേടിച്ചേരേണ്ട ആള് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ട് ഒരു മിസ്സിംഗ് കംപ്ലൈന്റ് ഫയൽ ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ പ്രഭു എങ്ങോട്ടാണ് പോയത്, ആളെ ആരാണ് തട്ടിക്കൊണ്ടു പോയത്, അല്ലാന്നുണ്ടെങ്കിൽ ആളെ ആരാണ് അപായപ്പെടുത്തിയത്, പോലീസുകാർ ആളെ കണ്ടെത്തിയോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റിസിൻ ദിസ് സൈഡ്. പോലീസ് അങ്ങനെ വിവേകിന്റെ കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിക്കുകയാണ്. സാധാരണഗതിയിൽ ഹസ്ബൻഡ് മിസ്സിംഗ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വൈഫിന്റെ അടുത്ത് നിന്ന് തന്നെയായിരിക്കും അന്വേഷണം സ്റ്റാർട്ട് ചെയ്യാം. കാരണം അവരാണല്ലോ ഏറ്റവും കൂടുതൽ ടൈം അടുത്തിടപഴകുന്നുണ്ടാവുക. അപ്പോൾ നേരെ തന്നെ പോലീസുകാർ ഈ ഒരു വിനോദിനിയുടെ അടുത്തോട്ട് എത്തുകയാണ്. പ്രഭുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അങ്ങോട്ട് പോയത്. അവിടെ എത്തി വിനോദിനിയോട് ചോദിച്ചപ്പോൾ വിനോദിനി പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഭു രാവിലെ ജോലിക്കെന്ന് പറഞ്ഞിറങ്ങിയതാണ്, അതിനുശേഷം എവിടെ പോയി എന്താണെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് യാതൊരു ഐഡിയയും ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ പോലീസിന് വിനോദിനിയുടെ മേൽ ആദ്യം തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി വിവേക് കുറച്ച് കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണെങ്കിലും പ്രഭുവിന്റെ തിരോധാനത്തിൽ വിനോദിനിക്ക് പ്രകടമായിട്ടുള്ളൊരു പങ്കുണ്ട് എന്നുള്ളൊരു കാര്യം പോലീസുകാർ ഉറച്ചു വിശ്വസിക്കുകയാണ്. അപ്പോൾ അവർ പല കാര്യങ്ങളും തിരിച്ചും മറിച്ചും ഒക്കെ ഇങ്ങനെ വിനോദിനിയുടെ അടുത്ത് ചോദിക്കുകയാണ്. അവസാനം വിനോദിനിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വിനോദിനി ഇങ്ങനെ വിട്ടു പറയുകയാണ് ഉണ്ടായത്. അപ്പോൾ നവംബർ 4, 2023 സാധാരണഗതിയിലുള്ളൊരു പ്രശ്നം ഈ ഒരു വിനോദിനിയും പ്രഭുവും തമ്മിൽ ഉണ്ടാവുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ ഇതേപോലെ തന്നെ കള്ളുടിച്ച് വീട്ടിലോട്ട് വന്നിട്ട് സാധാരണഗതിയിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അവരുടെ ഇടയിൽ ഉണ്ടാവാറുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് അന്നത്തെ ദിവസം ആൾ കള്ളുടിച്ച് വീട്ടിലോട്ട് എത്തിയത്. അതിനുശേഷം ഇവർ തമ്മിൽ അടിയായി. അതിനുശേഷം വിനോദിനി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ഈ ഒരു പ്രഭുവും ഈ വിനോദിനിയുടെ പിന്നാലെ ഇറങ്ങി ചെന്നു. അപ്പോൾ ഇവരൊരു കനാലിൻ്റെ അടുത്തുകൂടെ ആയിരുന്നു ഇതേപോലെ തന്നെ നടന്നു പോകുന്നുണ്ടായിരുന്നത്, വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ വിനോദിനി നടന്നു പോകുന്നുണ്ടായിരുന്നു, പ്രഭു പിന്നാലെ വരുന്നുണ്ട്. ഇവർ തമ്മിൽ വീണ്ടും വാക്കുതർക്കം ഉണ്ടാവുകയാണ്. ആ ഒരു ദേഷ്യത്തിൽ വിനോദിനി ഈ ഒരു പ്രഭുവിനെ കനാലിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തി എന്നുള്ളൊരു തരത്തിലായിരുന്നു പോലീസിൻ്റെ അടുത്ത് വിനോദിനി പറഞ്ഞ സ്റ്റോറി. എന്നാൽ വിനോദിനി പറയുന്നത് കള്ളമാണെന്നായിരുന്നു പ്രഭുവിൻ്റെ വീട്ടുകാരും ഫ്രണ്ട്സും എല്ലാവരും പറഞ്ഞത്. കാരണം പ്രഭുവിന് നല്ല രീതിയിൽ നീന്തൽ അറിയാമായിരുന്നു. എന്നാലും ഓക്കെ, പ്രഭു നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് മുങ്ങിപ്പോയതായിരിക്കാം എന്നൊക്കെ വിചാരിക്കാം. അപ്പോൾ വിനോദിനിയോട് പോലീസുകാർ ചോദിച്ചു എവിടെ വെച്ചിട്ടാണ് ഈ ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചതെന്നുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴും വിനോദിനിക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരവും ഉണ്ടായിരുന്നില്ല. എങ്ങോട്ടാണ് ബോഡി ഒഴുകിപ്പോയത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആൾ എവിടെ വെച്ചിട്ടാണ് മുങ്ങിപ്പോയത്, അങ്ങനെയുള്ള യാതൊരു കാര്യത്തിനും ഒരു ക്ലാരിറ്റി വിനോദിനിക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ വിനോദിനിയെ നല്ല രീതിയിൽ ചോദ്യം ചെയ്യാനായിട്ട് പോലീസുകാർ തീരുമാനിക്കുകയാണ്. അങ്ങനെ പോലീസ് സ്റ്റൈലിൽ അവർ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ വിനോദിനി പല കാര്യങ്ങളും പോലീസിനോട് പറയുകയുണ്ടായി. അപ്പോഴാണ് പുതിയ ഒരു ക്യാരക്ടറിൻ്റെ പേര് ആ ഒരു കേസിലോട്ട് ഇൻട്രൊഡ്യൂസ് ആകുന്നത്. ഭാരതി എന്നായിരുന്നു ആളുടെ പേര്. 23 വയസ്സായിരുന്നു അയാളുടെ പ്രായം. ഈ ഒരു പ്രഭു വർക്ക് ചെയ്യുന്ന അതേ തേങ്ങാക്കടയിൽ തന്നെയായിരുന്നു ഈ ഒരു ഭാരതിയും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഈ ഒരു എന്താ പറയുക പ്രഭുവും ഭാരതിയും തമ്മിലുള്ള പരിചയം. അതിനുശേഷം ഇവർ നല്ല സുഹൃത്തുക്കളായി. ഇവർ ഒരുമിച്ചിരുന്ന് മദ്യപിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊരുമിച്ചിരുന്ന് മദ്യപിക്കുന്ന സമയത്തൊക്കെ പ്രഭു നല്ല രീതിയിൽ മദ്യപിച്ച് ആകപ്പാടെ ഓഫായിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് ഭാരതി ആയിരുന്നു ഈ ഒരു പ്രഭുവിനെ വീട്ടിലോട്ട് കൊണ്ടുപോകാറുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഭാരതിയും അതുപോലെ തന്നെ ഈ ഒരു വിനോദിനിയും പരിചയപ്പെടുന്നത്. പതിയെ അവരുടെ ആ ഒരു എന്താ പറയുക ഫ്രണ്ട്ഷിപ്പ് ഒരു പ്രണയമായിട്ടും അതിനുശേഷം ഒരു അവിഹിത ബന്ധമായിട്ടും മാറുകയായിരുന്നു.
അപ്പോൾ അതിനുശേഷമുള്ള കാര്യങ്ങൾ എങ്ങനെയായിരുന്നു നടന്നിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ പ്രഭു ജോലിക്ക് പോകും. പ്രഭു ജോലിക്ക് പോയതിന് ശേഷം എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാരതി ആ ഒരു വീട്ടിലോട്ട് വരും. അതിനുശേഷം ഇവർ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ നടക്കും. അതിനുശേഷം ഭാരതി അവിടെ നിന്ന് പോകും. പ്രഭു ആണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ഇങ്ങോട്ട് അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. വളരെ രഹസ്യമായിട്ട് ഈ ഒരു ബന്ധം ഇവർ കീപ്പ് ചെയ്ത് പോവുകയാണ്. പ്രഭുവിന് യാതൊരു ക്ലൂ ഇല്ലാതെ ഈ ഒരു ബന്ധം 1.5 വർഷത്തോളം നീണ്ടു നിൽക്കുകയാണ്. അങ്ങനെയാണ് ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നതിനും 6 മാസം മുൻപ് മഹാൽഗുഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തോട്ട് പ്രഭു താമസം മാറുന്നത്. വാടക വീടെടുത്ത് അവിടെ കൂട്ട് താമസം മാറുകയാണ്. എന്നാൽ അങ്ങോട്ട് താമസം മാറിയതിന് ശേഷം വിനോദിനിക്കും അതുപോലെ തന്നെ ഈ ഒരു ഭാരതിക്കും തമ്മിൽ കാണാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. ഭാരതിക്കും വിനോദിനിക്കും തമ്മിൽ കാണാൻ പറ്റാത്തത് കൊണ്ട് വിനോദിനി ആകെപ്പാടെ സങ്കടപ്പെടുകയാണ്. അതിനുശേഷം ഭർത്താവായിട്ടുള്ള പ്രഭുവിനോട് പറയാണ് ഇവിടെ അതിൻ്റെ പ്രശ്നമുണ്ട്, ഇതിൻ്റെ പ്രശ്നമുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ആ ഒരു വീട് മാറാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. അവസാനം ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നതിനും 3 മാസം മുൻപ് ആ ഒരു വീട്ടിൽ നിന്ന് അവർ വേറൊരു ഗ്രാമത്തിലോട്ട് മാറി. അവിടെ വെച്ചിട്ടാണ് ഈ ഒരു ബന്ധത്തിൻ്റെ കാര്യം ഇയാൾ അറിയുന്നതും അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും. അപ്പോൾ അതിനുശേഷം പ്രഭു ചിന്തിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ ജോലിക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഭാരതി അങ്ങോട്ട് വരും, എനിക്ക് അത് തടയാനായിട്ട് പറ്റില്ല എന്നുള്ളൊരു കാര്യം ആൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ആൾക്ക് അടുത്തതായിട്ടുണ്ടായിരുന്ന ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻപ് താമസിച്ചിരുന്ന ആ ഒരു സ്ഥലത്തോട്ട് പോവാം. അവിടെ ആകുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം ആൾക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നതിനും 10 ദിവസങ്ങൾക്ക് മുൻപ് ആ ഒരു വീട്ടിലോട്ട് ഇവർ താമസം മാറുകയാണ്. അങ്ങോട്ട് താമസം മാറി ഇനി ഭാരതിയെ കാണാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം വിനോദിനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ തൻ്റെ ഭർത്താവായിട്ടുള്ള പ്രഭുവിൻ്റെ അടുത്ത് വല്ലാത്ത രീതിയിലുള്ള ഒരു ദേഷ്യം വിനോദിനിക്ക് തോന്നുകയാണ്. അതിനുശേഷം വിനോദിനി ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം പ്രഭു ജോലിക്ക് പോയതിന് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അണ്ണാനഗറിലുള്ള അവരുടെ കാമുകന്റെ അടുത്തോട്ട് പോവുകയായിരുന്നു. ആളുടെ അടുത്തോട്ട് പോയി ആളെ കണ്ടു ഒരു കാര്യം ആവശ്യപ്പെടുകയും ചെയ്തു. എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവായിട്ടുള്ള പ്രഭു ജീവനോടെ ഉള്ളിടത്തോളം കാലം നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റില്ല, അയാൾ എന്തായാലും അതിന് സമ്മതിക്കില്ല. സോ നമ്മളുടെ 2 പേരുടെയും കണ്ണിലെ കരടായിട്ടുള്ള പ്രഭുവിനെ അങ്ങോട്ട് കൊന്നു കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം, വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ആരും അറിയാതെ ഒതുക്കിയാൽ മതി എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ പ്രഭുവിനെ ഇല്ലാതാക്കാനുള്ള പ്ലാൻ നവംബർ 4, 2023 എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഇവർ തീരുമാനിക്കുകയാണ്. ഇവർ പ്രതീക്ഷിച്ച പോലെ തന്നെ അന്നത്തെ ദിവസം പ്രഭു നല്ല രീതിയിൽ മദ്യപിച്ചിട്ടായിരുന്നു വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. വിനോദിനി ഫുഡിൽ ഇതേപോലെ തന്നെ ഉറക്ക ഗുളിക കലർത്തി ഇയാൾക്ക് കൊടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ആള് ഭക്ഷണം കഴിച്ചു, ഉറങ്ങി. അതിനുശേഷം വിനോദിനി നേരെ ഫോൺ എടുത്തു ഭാരതിയെ വിളിച്ച് വരുത്തുകയും ചെയ്തു. അങ്ങോട്ടെത്തിയ ഭാരതി പ്രഭുവിനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഇവർ 2 പേരും കൂടെ ചെയ്തത് എന്താണെന്നറിയോ? ഇത് ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് അടുത്ത മുറിയിൽ പോയിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അതിനുശേഷം ഇവർ ബോഡി ഡിസ്പോസ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാരതി തൻ്റെ 3 സുഹൃത്തുക്കളുടെ സഹായം തേടുകയാണ്. അതിനുശേഷം ഏകദേശം ഒരു മണി കഴിഞ്ഞപ്പോൾ ഒരു പിക്കപ്പ് ട്രക്കുമായിട്ട് 3 സുഹൃത്തുക്കളും ഇയാളും കൂടെ അങ്ങോട്ട് എത്തുകയും ആ ഒരു ബോഡിയും കൊണ്ട് പോവുകയും ചെയ്തു. ബോഡിയും കൊണ്ട് ട്രിച്ചി മണ്ണാർപുരം ഹൈവേയിലോട്ടാണ് അവർ പോയത്. അവിടെ കാട് മൂടി കിടക്കുന്ന ഒരു ഏരിയയിൽ എത്തിയപ്പോൾ ഇവർ ആ ഒരു ബോഡി ആ വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ട് കുറച്ച് കാട്ടിലോട്ട് മാറ്റിയിട്ട് അവിടെ ആയിട്ട് ഇങ്ങനെ ബോഡി കത്തിക്കുകയാണ്. അതിനുശേഷം നേരെ നാട്ടിലോട്ട് തിരിച്ചു വരികയും ചെയ്തു. എന്നാൽ അന്നത്തെ ദിവസം സമയപുരത്ത് നല്ല രീതിയിൽ മഴ പെയ്യുകയാണ്, അതും തന്നെ വെളുപ്പിന്. അപ്പോൾ ഇവർക്കൊരു സംശയം ഉണ്ടായി, ആ ഒരു ബോഡി മര്യാദക്ക് കത്തിയിട്ടുണ്ടാകില്ലേ എന്നുള്ളത്. അത് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവർ 4 പേരും കൂടെ അന്നത്തെ വൈകുന്നേരം ആ ഒരു ബോഡി കത്തിയിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി അങ്ങോട്ട് പോയപ്പോൾ അത് കത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അത് കത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ആ ഒരു ബോഡി കണ്ട് ഇവർ പെട്ടെന്ന് തന്നെ പേടിച്ചു പോവുകയാണ്. അതിനുശേഷം അവർ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി പീസാക്കി, തല ഒരു പീസാക്കി, അതുപോലെ തന്നെ മേൽഭാഗം ഒരു പീസാക്കി, ഇടുപ്പിൻ്റെ താഴോട്ട് ഒരു പീസാക്കി. അതിനുശേഷം ഇത് വീണ്ടും ആ ഒരു ട്രക്കിൽ ലോഡ് ചെയ്തിട്ട് അടുത്ത വഴി പിടിച്ചു പോകും. ട്രിച്ചി ചെന്നൈ ഹൈവേയിൽ കാവേരി ആറ്റിൻ്റെ ഭാഗത്ത് തലയും അതുപോലെ തന്നെ മുകൾ ഭാഗവും അവർ ഡംപ് ചെയ്തു. അതിനുശേഷം കൊള്ളിടം ആറ്റിൽ ഇവർ ബാക്കിയുള്ള പോർഷനും ഡംപ് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്ത്രീ പോലീസിൻ്റെ അടുത്ത് പറയുകയാണ്. ഈ കാര്യം മനസ്സിലാക്കിയ പോലീസുകാർ ഉടനെ തന്നെ കൊള്ളിടാറും അതുപോലെ തന്നെ കാവേരിയാറും അരിച്ചു പറക്കാനായിട്ട് തുടങ്ങി. എന്നാൽ എത്ര അന്വേഷിച്ചിട്ടും അവർക്ക് ബോഡി പാർട്സ് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഒരു ആഴ്ച പിന്നിടുകയാണ്. കൊള്ളിടം ആറിൻ്റെ തീരത്തുകൂടെ ഒരു നായ ഒരു എല്ലും കഷ്ണം പോലുള്ള ഒരു മാംസ കഷ്ണം ഇതേപോലെ തന്നെ കടിച്ചു പറിച്ചു കൊണ്ടുപോകുന്നത് ആളുകൾ കാണുകയാണ്. അത് കണ്ട ആളുകൾ എന്താന്നുള്ളത് അത് നോക്കിയപ്പോൾ അവർ തന്നെ ഞെട്ടിപ്പോവുകയാണ് ഉണ്ടായത്. അത് ഒരു മനുഷ്യൻ്റെ ഇതേപോലെ തന്നെ മാംസവും എല്ലും ഒക്കെ കൂടി ഉള്ളതായിരുന്നു.
ഇത് കണ്ട അവർ ഉടനെ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയാണ് ഉണ്ടായത്. പോലീസുകാർ ആ ഒരു സ്ഥലത്തോട്ട് എത്തുകയും ചെയ്തു. പോലീസുകാർ ഇവിടെ എത്തി ഈ ഒരു ബോഡി പാർട്ട് കണ്ടപ്പോൾ തന്നെ അവർ എന്താ പറയുക, പ്രഭുവിൻ്റെ കേസുമായിട്ട് റിലേറ്റ് ചെയ്യാണ് ഉണ്ടായത്. അങ്ങനെ ആ ഒരു ബോഡി പാർട്ട് അവിടെ നിന്ന് റിക്കവർ ചെയ്തിട്ട് അവർ ലാബിലോട്ട് അയക്കുകയാണ്. DNA ടെസ്റ്റ് എടുക്കുകയും ചെയ്തു. ആ ഒരു DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നു. അത് പ്രഭുവിൻ്റേതാണെന്ന് കൺഫേം ചെയ്യുകയും ചെയ്തു. ഈ ഒരു കേസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5 പേരും ഇപ്പോൾ ജയിലിലാണ്. അതുപോലെ തന്നെ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.